നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് LDCയുടെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു ഭാഗം എന്താണ് പഠിച്ചു തുടങ്ങി. എങ്ങനെയാണ് അതിന്റെ അധ്യായങ്ങൾ എത്ര എണ്ണമാണ്, അല്ലെങ്കിൽ എന്താണ് അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്താണ് ഡെഫിനിഷൻ എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആരാണ് ഒരു കസ്റ്റമർ, അതായത് പണം സാധനമോ സേവനമോ പണം കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തിന് മുകളിൽ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. ഈ കസ്റ്റമർക്കുള്ള അവകാശങ്ങൾ എന്താണ്, ആരാണ് ഒരു പരാതിക്കാരൻ, അല്ലെങ്കിൽ ആരാണ് ഒരു പരാതിക്കാരൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. നമ്മളപ്പോൾ ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അധ്യായം 1 ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇനി നമ്മൾ അധ്യായം 2 പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ എന്ന് പറയുന്ന ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. എന്താണ് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ, പിന്നെ എന്താണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇങ്ങനെ 3 സ്ഥാപനങ്ങളെ കുറിച്ച് ഈ നിയമം പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അതിൽ അധ്യായം 2 പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് എന്താണ് 1986 നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. എന്താണ് 1986 നിയമത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് എന്തിലുമുള്ളത്, ഈ പറയുന്ന 2010 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുമുള്ള ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഒരു ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉപഭോക്താക്കളിൽ ഉപഭോക്തൃ അവബോധം വളർത്തുന്നതിന്. അവബോധം വളർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഈ നിയമത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഉപഭോക്തൃ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ നിയമത്തെ കുറിച്ചും നമുക്കുള്ള കസ്റ്റമർ എന്നുള്ള നിലക്ക് നമുക്ക് എന്താണ് ഉള്ള അധികാരങ്ങളെ കുറിച്ച്, റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതി. അതായത് ഉപഭോക്താക്കളിൽ ഉപഭോക്തൃ അവബോധം സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് എന്താണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഉപഭോക്താക്കൾക്ക് സഹായം നൽകുന്നതിന്, ഉപഭോക്തൃ സംരക്ഷണങ്ങൾ നയങ്ങൾ രൂപീകരിക്കുവാനായിട്ട് എന്താണ് സർക്കാരുകളെ ഉപദേശിക്കുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഉപദേശക സമിതികളാണ് എന്തെന്ന് പറയുന്നത്, ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഉപഭോക്തൃ സമിതികൾ എന്ന് പറയുന്നത് ഒരു 3 ടയർ സിസ്റ്റം ആണ് എന്ന് മനസ്സിലായി. അതായത് ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. ഇങ്ങനെ 3 തലങ്ങളിൽ എന്തിനു വേണ്ടി, ഉപഭോക്താക്കൾക്ക് എന്താണ് അവബോധം ഉണ്ടാക്കുവാൻ, എന്താണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, അവർക്ക് നിയമസഹായം നൽകുവാൻ, പിന്നെ എന്താണ് ഗവൺമെന്റിന് എന്താണ് ഈ ഉപഭോക്തൃ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അവർക്ക് എന്താണ് അവരെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എങ്ങനെയുള്ള സ്ഥാപനമാണ്, അതായത് ഉപദേശക സമിതികളാണ് എന്തെന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ. അതായത് ഒരു അഡ്വൈസ് നൽകുവാൻ മാത്രം കഴിയുന്ന സമിതികളാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ എന്ന് പറയുന്നത്. ഇതെന്താണ്, 3 ടയർ ആണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉണ്ടാകും, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉണ്ടാകും, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉണ്ടാകും. ഇനി നമുക്ക് അവ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത്, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും, കേന്ദ്ര ഉപഭോക്തൃ കാര്യവകുപ്പ് മന്ത്രി ആയിരിക്കും. ആരായിരിക്കും, കേന്ദ്ര ഉപഭോക്തൃ കാര്യവകുപ്പ് മന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ സമിതി വർഷത്തിൽ എന്താണ് ഒരു യോഗമെങ്കിലും കുറഞ്ഞത് എന്ത് ചെയ്യണം, കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്.
ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. ഈ സമിതി എന്താണ്, വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗം കൂടിയിരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ ഇതുപോലെയുള്ള സമിതികൾ ഉണ്ടാകും. ഈ സമിതി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്രത്തിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയാണെങ്കിൽ സംസ്ഥാനത്ത് ആരായിരിക്കും, സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രിയായിരിക്കും. കേന്ദ്രത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്താണ് മീറ്റിംഗ് കൂടിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ ഈ സംസ്ഥാന തലങ്ങളിലേക്ക് വരുമ്പോൾ വർഷത്തിൽ 2 യോഗങ്ങളെങ്കിലും ഈ പറയുന്ന സമിതി കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്ര ഉപഭോക്തൃ സമിതി വർഷത്തിൽ ഒരു യോഗമെങ്കിലും കുറഞ്ഞത് കൂടിയിരിക്കണം. ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്. കൂടുതൽ യോഗങ്ങൾ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കൂടിയിരിക്കണം. അത് സംസ്ഥാന ലെവലിലേക്ക് വരുമ്പോൾ എന്താണ്, സംസ്ഥാന തലത്തിൽ 2 യോഗമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, കൂടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത് എന്താണ്, മൂന്നാമത്തേത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ്. ഈ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതത് ജില്ലകളുടെ കളക്ടർമാരായിരിക്കും. ആരായിരിക്കും, അതത് ജില്ലകളുടെ കളക്ടർമാരായിരിക്കും. ഇവിടെയും അത് എന്താണ്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിക്ക് തുല്യമായിട്ടുള്ള മീറ്റിങ്ങുകളാണ് ഇവിടെയും പറയുന്നത്. അതായത് ജില്ലാ സമിതി എന്ത് ചെയ്യണം, വർഷത്തിൽ 2 തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, യോഗങ്ങൾ കൂടിയിരിക്കണം. എന്തിനാണ് ഇത് യോഗങ്ങൾ കൂടുന്നത്, കസ്റ്റമേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, കസ്റ്റമേഴ്സിന് ബോധമുണ്ടാക്കുന്ന, അതായത് ഈ നിയമത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട്. ഇനി വേണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നയം രൂപീകരിക്കുന്നതിന് മുമ്പ് സർക്കാരിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഉപഭോക്തൃ സമിതികൾ എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ സമിതികൾ അവരുടെ യോഗം കൂടുന്നത്. അപ്പോ ഈ പറയുന്ന അധ്യായം 2-ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഉപഭോക്തൃ സമിതികളെ കുറിച്ചാണ് പറയുന്നത്. ഉപഭോക്തൃ സമിതികൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കസ്റ്റമറുടെ അവകാശം സംരക്ഷിക്കാൻ, കസ്റ്റമർക്ക് നിയമ സഹായം നൽകുവാൻ, എന്തിന് ഈ പറയുന്ന ഗവൺമെന്റിനെ അവരുടെ എന്താണ് ഉപഭോക്താവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നയങ്ങൾ രൂപീകരിക്കുമ്പോൾ എന്താണ് അതിലൊരു ഉപദേശം നൽകുവാനൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സമിതിയാണ് എന്തെന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത്. 3 ടയറിലാണുള്ളത്. എന്താണ്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുണ്ട്, ജില്ലാ ഉപഭോക്തൃ സമിതിയുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ എന്താണ്, കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും അതിന്റെ ചെയർമാൻ. വർഷത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് കൂടിയിരിക്കണം. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ആരാണ്, സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വർഷത്തിൽ 2 മീറ്റിങ്ങുകളെങ്കിലും ഇവരെന്ത് ചെയ്തിരിക്കണം, കൂടിയിരിക്കണം. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പാണ്, അല്ലെങ്കിൽ എന്താണ്, സമിതിയാണ്, വകുപ്പല്ല. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ്. ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. ഈ ജില്ലാ സമിതികളും എന്ത് ചെയ്തിരിക്കണം, വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും അവരുടെ യോഗം കൂടേണ്ടതാണ്. അപ്പൊ അത്രയുമാണ് നമുക്ക് സമിതികളെ കുറിച്ച് പഠിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. എന്താണ്, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, സെൻട്രൽ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ അതോറിറ്റി, അല്ലെങ്കിൽ എന്താണ്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ്, സമിതി അല്ല, അതോറിറ്റി. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അതായത് 1986 ഉപഭോക്തൃ നിയമത്തിൽ ഇല്ലാതിരുന്നതും എന്നാൽ എന്താണ് 2019 ഉപഭോക്തൃ നിയമത്തിൽ ഉള്ളതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് അധ്യായത്തിലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്? അത് അധ്യായം 3-ലാണ്. ഇതൊരു 1 ടയർ സിസ്റ്റമാണ്. ഇത് എവിടെ മാത്രമേ ഉള്ളൂ? ഇത് കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സമിതി, ഉപഭോക്തൃ സംരക്ഷണ സമിതികളുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കേന്ദ്രത്തിലുണ്ട്, സംസ്ഥാനത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. ഒരു 3 ടയർ സിസ്റ്റമാണ്. എന്നാൽ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതൊരു 1 ടയർ സിസ്റ്റമാണ്. അതെവിടെ മാത്രമേ ഉള്ളൂ? അത് സെൻട്രലിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് എന്തെന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ
സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. അധ്യായം 3 ഈ പറയുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ച വർഷം അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2020 ജൂലൈ 24 എന്നാണ്. 2020 ജൂലൈ 24 എന്ത് രൂപീകരിക്കപ്പെട്ടത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ഇതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിധി ഗാരെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി അധ്യായം 3 സെക്ഷൻ 10 ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നത്. രൂപീകൃതമായത് 2020 ജൂലൈ 24 നിധി ഗാരെ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചുമതലകൾ എന്താണ് അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ എന്താണ്? അപ്പൊ എന്താണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചുമതലകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ എന്താണ്? ഒന്നാമത്തേത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിന് എന്താണ്? പല കൺസ്യൂമേഴ്സിനും അവർക്ക് എന്തുണ്ട് എന്നറിയില്ല, അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പല കൺസ്യൂമേഴ്സിനും അറിയില്ല. അതെന്ത് ചെയ്യുക? അവരുടെ അവകാശങ്ങളെ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. മാത്രമല്ല എന്ത് ചെയ്യുക? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. പിന്നെ അടുത്തത് എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളെ പറ്റി എന്ത് ചെയ്യുക? പരിശോധിക്കുക. ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളെ പറ്റി എന്ത് ചെയ്യുക? പരിശോധിക്കുക. അന്യായമായിട്ടുള്ള വ്യാപാരങ്ങൾ തടയുക. മാത്രമല്ല പൊതു താല്പര്യമില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങളെ പറ്റി പരിശോധിക്കുകയും അന്വേഷിക്കുകയും അതിനെന്താണ് നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? അതിനൊരു പിഴ ചുമത്തുക. കുറ്റങ്ങൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക, അതിന് പിഴ ചുമത്തുക എന്നുള്ളതൊക്കെ എന്താണ് ഈ പറയുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ എന്താണ്? ചുമതലയാണ്, അല്ലെങ്കിൽ എന്താണ്? അതിന്റെ ഒരു കർത്തവ്യമാണ് എന്ന് പറയാം. ഈ നമ്മൾ മുകളിൽ പറഞ്ഞ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് എന്താണ്? ആ സമിതിക്ക് എന്താണ്? നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കഴിയും, അല്ലെങ്കിൽ ഈ പറയുന്ന അവകാശങ്ങളെ കുറിച്ച് എന്താണ്? പഠിപ്പിക്കുവാൻ കഴിയും, അവകാശങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുവാനൊക്കെ കഴിയുമെങ്കിലും, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഉപദേശിക്കുവാൻ കഴിയുമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്കൊരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാനോ അതിലെന്താണ് അതിലൊരു പിഴ, ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പിഴ എന്ത് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും? പിഴ ചുമത്തുവാനോ എന്നും ആർക്ക് കഴിയില്ല? ഉപഭോക്തൃ സംരക്ഷണ സമിതിക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. അത് കഴിയുന്നത് ആർക്കാണ്? അത് കഴിയുന്നത് ഉപഭോക്തൃ സംരക്ഷണ എന്ത് ചെയ്യുന്ന അതോറിറ്റിക്കാണ്. അപ്പോ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്താക്കളുടെ അവകാശ ലംഘനങ്ങളെ പറ്റി എന്ത് ചെയ്യുക? പരിശോധിക്കുക, അന്യായമായിട്ടുള്ള വ്യാപാരങ്ങൾ തടയുക, പൊതു താല്പര്യമില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള പരസ്യങ്ങളെ പറ്റി പരിശോധിക്കുകയും എന്താണ്? അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുക. ഇവയെല്ലാം എന്തിന്റെ കർത്തവ്യങ്ങളാണ്? ഇവയെല്ലാം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ എന്താണ്? കർത്തവ്യങ്ങളാണ്. ഇതിന്റെ ആസ്ഥാനം ഈ പറയുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഈ കേന്ദ്ര അതോറിറ്റിയിൽ അപ്പോ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ബോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര അതോറിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അതിലൊരു ചീഫ് കമ്മീഷണർ ഉണ്ടാവും കേന്ദ്ര അതോറിറ്റിക്ക്, അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടാവും. കൂടാതെ 5ൽ കുറയാത്ത
എന്തുണ്ടാവും? കമ്മീഷണർമാരും ഉണ്ടാകും. എങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണസംഖ്യ എങ്ങനെയാണ്? ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടാകും. കൂടാതെ എന്താണ്? അംഗങ്ങളുടെ എണ്ണം 5-ൽ കുറയില്ല, കൂടും. അത് തീരുമാനിക്കുന്നത് ആരാണ്? അത് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ പറയുന്ന കമ്മീഷണർമാരുടെയും ഇതിലെ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനെ ആയിരിക്കും പരിഗണിക്കുക. ഇപ്പൊ ഒരാൾ 64-ാമത്തെ വയസ്സിൽ എന്തായി മാറുന്നു? ഈ കേന്ദ്ര അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണർ ആയിട്ട് മാറുന്നു. 64-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്തായിട്ട് മാറുന്നു? ചീഫ് കമ്മീഷണർ ആയിട്ട് മാറുന്നു. അദ്ദേഹത്തിന് 5 വർഷം കാലാവധി കിട്ടുമോ? ഇല്ല. അദ്ദേഹത്തിന് എത്രയേ കിട്ടുകയുള്ളൂ? അദ്ദേഹത്തിന്റെ വയസ്സ് 64 വയസ്സിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സാവും? 65 വയസ്സാവും. അപ്പൊ അദ്ദേഹത്തിന് അവിടെ എത്ര? 1 വർഷമേ തുടരാൻ കഴിയൂ. 5 വർഷം എന്നുള്ളത് അവിടെ എന്തല്ല, അവിടെ പരിഗണിക്കുകയില്ല. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനെയാണ് എന്ത് ചെയ്യുക? പരിഗണിക്കുക. ചീഫ് കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം എന്നാണ് ഉള്ളതാണ് പരിഗണിക്കുക. പിന്നെ എന്താണ്? ചീഫ് കമ്മീഷണറെ മറ്റു കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവർ ഈ പറയുന്ന ചീഫ് കമ്മീഷണർമാരും അതിലെ അംഗങ്ങളും എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കമ്മീഷണർമാർ എന്ന് അറിയപ്പെടുന്ന മറ്റു അംഗങ്ങളും അവരുടെ രാജി സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇവരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും ആരിൽ നിക്ഷിപ്തമാണ്? ഇവരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? കേന്ദ്ര അതോറിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അന്വേഷണങ്ങൾ നടത്തുവാനുള്ള അധികാരമുണ്ട്. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അന്വേഷണങ്ങൾ നടത്തുവാനും പിഴകൾ ചുമത്തുവാനും ഒക്കെയുള്ള എന്താണ് നടപടികൾ സ്വീകരിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പഠിച്ചു. അപ്പോ ഇത് അന്വേഷിക്കുന്നതിനായിട്ട് എന്ത് വേണം? ഒരു വിഭാഗം ഉണ്ടാകണം. ഇത് അന്വേഷിക്കുന്നതിനായിട്ട് ആരുണ്ടാകണം? ഒരു വിഭാഗം ഉണ്ടാകണം. ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഡയറക്ടർ ജനറൽ എന്നുള്ളത്. എന്താണ്? അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാനായിട്ട് കഴിയില്ല. അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽമാരൊക്കെ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അവരെ കൊണ്ട് മാത്രം, ആ കുറച്ച് അംഗസംഖ്യകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ മറ്റൊരാളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നിയമം ചുമതലപ്പെടുത്തുന്നുണ്ട്. അതായത് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റിക്ക് വേണ്ടി അന്വേഷണങ്ങൾ നടത്തുവാൻ ഈ പറയുന്ന ഡയറക്ടർ ജനറൽ അല്ലാതെ എന്താണ്? മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ചുമതലപ്പെടുത്തുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ജില്ലാ കളക്ടർമാരാണ്. ആരാണ്? ജില്ലാ കളക്ടർമാരാണ്. PSCയുടെ ഒരു പ്രീവിയസ് ചോദ്യമാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 2019 കേന്ദ്ര ഉപഭോക്തൃ നിയമപ്രകാരം അന്വേഷണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? ഡയറക്ടർ ജനറൽ എന്നുണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ജില്ലാ കളക്ടർ എന്നുണ്ടായിരുന്നു, പിന്നെ വേറൊരു പൊസിഷനും കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ജില്ലാ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർമാരും എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. ഉത്തരം ഏതാണ്? ഉത്തരം ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടർമാരുമാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം നോക്കുക. അതായത് ഇപ്പോ ഒരു ചോദ്യം ഇതുപോലെ തന്നെ ഒരു ചോദ്യം വരുന്നു. ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും. അതായത് ഓപ്ഷൻ A എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. ഓപ്ഷൻ B എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഓപ്ഷൻ C എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഗവർണർ ആയിരിക്കും. ഓപ്ഷൻ D എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി എന്നായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അതിൽ ഉത്തരം നിങ്ങൾ ഏത് എഴുതിയാലാണ് ശരിയാകുക? അങ്ങനെയാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതണം? എയും ബിയും ഉത്തരം എഴുതാൻ പറ്റുമോ PSCക്ക്? നിനക്ക്
അതെ, ഡയറക്ടർ ജനറൽ എന്ന് നമ്മൾ ഉത്തരം എഴുതണം. എന്താണ്? ഡയറക്ടർ ജനറൽ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ജില്ലാ കളക്ടർമാർക്കും അതിനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. അതായത് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് അന്വേഷണങ്ങൾ നടത്തുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. പിന്നെ ആരാണ് അദ്ദേഹത്തിന് കൂടെ, അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർമാരാണ്. ഇനി ഈ പറയുന്ന കേന്ദ്ര അതോറിറ്റി, അല്ലെങ്കിൽ എന്താണ്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പാസ്സാക്കുന്ന ഉത്തരവിൽ നമുക്കൊരു എതിരഭിപ്രായം ഉണ്ടെന്ന് കരുതുക. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അപ്പീല് നൽകുവാനായിട്ട് കഴിയും. ഇതിന് അപ്പീൽ, അതായത് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി നൽകുന്ന ഒരു ഉത്തരവിന് പുറത്ത് നമുക്ക് എതിരഭിപ്രായം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എതിർപ്പ് ഉണ്ട് എങ്കിൽ നമ്മൾ എവിടെയാണ് എന്ത് നൽകുന്നത്? അപ്പീല് നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എവിടെയാണ്? അത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ്. എവിടെയാണ്? കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന പരാതിക്ക്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ്, ഈ പറയുന്ന അതോറിറ്റിയുടെ ഉത്തരവിനെതിരായിട്ട് നമ്മൾ അപ്പീല് പോകുന്നത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്കൊരു ഇതിന് എതിർപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന അതോറിറ്റിയുടെ ഉത്തരവ് വന്ന ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എവിടെ എന്ത് ചെയ്തിരിക്കണം? അപ്പീല് നൽകിയിരിക്കണം. കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിൽ അപ്പീല് നൽകിയിരിക്കണം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? 30 ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള കാലാവധി, ഈ പറയുന്ന അപ്പീല് നൽകുവാനുള്ള കാലാവധി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മറ്റൊരു വേർഡ് കൂടി പഠിക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തെ കുറിച്ച് ഇപ്പൊ കണ്ടു. എന്താണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൺസ്യൂമർ കോർട്ട് എന്ന് നമ്മൾ പറയുന്ന സംവിധാനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ഉപഭോക്തൃ അതോറിറ്റി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അവരുടെ ഉത്തരവിൽ നമുക്ക് എന്താണ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുക്കാൻ കഴിയും. വിത്തിൻ എന്താണ്, 30 ഡേയ്സിനുള്ളിൽ കൊടുക്കണം. കൊടുക്കുന്നത് എവിടെയാണ്? കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ്, കോടതിയിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈ കേന്ദ്ര അതോറിറ്റി, അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ പറയുന്ന കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം അതിന്റെ വാർഷിക റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. അപ്പോ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ചത് ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പഠിച്ചു. ഇനി മൂന്നാമതൊരു സംവിധാനം കൂടിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ്? അത് കമ്മീഷനുകളാണ്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ, അതായത് കോടതികൾ എന്ന് പറയുന്ന സംവിധാനങ്ങളാണ്. നോക്കുക, അധ്യായം 4 കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതും ഒരു 3 ടയർ സിസ്റ്റമാണ്. അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ ഉണ്ടാകും. ഒരു ജില്ലയിൽ തന്നെ 2 or 3 എണ്ണം വേണമെങ്കിൽ എന്ത് ചെയ്യുക? സ്ഥാപിക്കുവാനൊക്കെ കഴിയും. അല്ലാതെ ഒരു ജില്ലക്ക് ഒരെണ്ണം എന്നുള്ള അർത്ഥമില്ല. ഇവിടെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ജില്ലക്ക് ഒരെണ്ണമാണ് എന്നുള്ള അർത്ഥമല്ല. മറിച്ച് എങ്ങനെയാണ്? മറിച്ച് ഒരു ജില്ലക്ക് ആവശ്യമാണ്, അവിടെ പരാതികളൊക്കെ കൂടുതലുള്ള ഒരു ജില്ലയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ കൂടുതൽ വരുന്ന ജില്ലയാണെങ്കിൽ വേണമെങ്കിൽ എന്താണ്, ഗവൺമെന്റിന് അവിടെ ഒരു 2 തർക്ക പരിഹാര ജില്ലാ തർക്ക പരിഹാര കമ്മീഷനൊക്കെ രൂപീകരിക്കുവാനായിട്ട് കഴിയും. അപ്പോ 3 ടയർ സിസ്റ്റമാണ് ഇത്. എന്താണ്? ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ, പിന്നെ എന്താണ് അടുത്തത്? സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ, ഏറ്റവും അവസാനത്തത് ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ. ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും കോടതികളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അപ്പോ ഒന്നാമത്തേത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകും. എന്താണ്? ഒരു പ്രസിഡന്റ് ഉണ്ടാകും,
2ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാകും. ഇതിൽ അംഗസംഖ്യ എന്ന് പറയുന്നത്, അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രസിഡന്റ്, 2ൽ കുറയാത്ത അംഗങ്ങൾ. ഇനി ജില്ലാ കമ്മീഷനിലെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും യോഗ്യതകൾ, നിയമന കാലാവധി, രാജി, നീക്കം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ ആരാണ്? കേന്ദ്ര സർക്കാരിന് വിജ്ഞാപനം വഴി നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കോടതികൾക്ക് എന്തുണ്ട്? ഈ കോടതികൾക്ക് ഒരു അധികാര പരിധിയുണ്ട്. എത്ര വരെയുള്ള കേസുകളാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പരിഗണിക്കാൻ പറ്റുക എന്നുള്ളതിന് എന്തുണ്ട്? ഒരു അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് 50 ലക്ഷം രൂപ വരെ, അതായത് 50 ലക്ഷം ആകാൻ പാടില്ല. മനസ്സിലായോ? 50 ലക്ഷം ആകാൻ പാടില്ല. 50 ലക്ഷത്തിൽ നിന്ന് 1 രൂപ കുറഞ്ഞാൽ അതുവരെയുള്ള കേസുകളാണ് ആർക്ക് പരിഗണിക്കുവാൻ കഴിയുക? ഈ പറയുന്ന ജില്ലാ തർക്ക പരിഹാര കമ്മീഷനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പരിഹരിക്കുവാനായിട്ട് പറ്റുന്നത്. അതായത് അധികാര പരിധി എന്നുള്ളത് 50 ലക്ഷമോ അതിൽ കവിയാനോ പാടില്ല എന്നുള്ളതാണ്. 50 ലക്ഷമോ എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ കവിയാനോ ചരക്കുകളുടെയും സേവനങ്ങളുടെയും എന്താണ്? പരാതികൾ പരിഗണിക്കുവാനാണ് ജില്ലാ കമ്മീഷൻ എന്തുണ്ടാകുന്നത്? അധികാരമുണ്ടാകുന്നത്. 50 ലക്ഷം വരെയുള്ള കേസുകൾ, സാധനങ്ങളും സേവനങ്ങളുമായിട്ടുള്ള 50 ലക്ഷം വരെയുള്ള കേസുകൾ ആർക്ക് പരിഹരിക്കുവാനായിട്ട് കഴിയും? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരിഹരിക്കുവാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു കാര്യവുമായി ബന്ധപ്പെട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ എന്ത് ചെയ്യുന്നു? ചെല്ലുന്നു. അവിടെ നിന്ന് നമുക്കൊരു വിധി ലഭിക്കുന്നു. പക്ഷെ ആ വിധിയിൽ നമ്മൾ എന്തല്ല? നമ്മൾ തൃപ്തനല്ല. നമുക്ക് എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ വാദിക്കായിക്കോട്ടെ പ്രതിക്കായിക്കോട്ടെ ആർക്കാണെങ്കിലും എന്തുണ്ടാകുമെന്ന് കരുതുക? അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതുക. അവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? അവർക്ക് അപ്പീലിന് പോകുവാനായിട്ട് കഴിയും. അപ്പോ ജില്ലാ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന് പുറത്ത് ഏതൊരു വ്യക്തിക്കും, അഭിപ്രായ വ്യത്യാസമുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകുവാനായിട്ട് കഴിയും. അപ്പീൽ പോകുന്നത് എവിടെയാണ്? അപ്പീൽ പോകുന്നത് ഈ ജില്ലാ കമ്മീഷന്റെ തൊട്ടു മുകളിലുള്ള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് അപ്പീൽ പോകുന്നത്. എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകേണ്ടത്? 45 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകേണ്ടത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ആ 45 ദിവസം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ബോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. PSC എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ജില്ലാ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ അഭിപ്രായമുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ ഉത്തരവുണ്ടായ തീയതി മുതൽ 45 ദിവസത്തിനുള്ളിൽ സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇനി അടുത്തത് എന്താണ്? അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. എന്താണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സെക്ഷൻ 42, ഈ നിയമത്തിലെ സെക്ഷൻ 42ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഉപഭോക്തൃ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇതിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാകണം. എന്താണ്? ഒരു പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. ഒരു പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. സെക്ഷൻ 42, ഒരു പ്രസിഡന്റ് 4ൽ കുറയാത്ത അംഗങ്ങൾ. ഇത് ജില്ലാ കമ്മീഷനിലാണെങ്കിൽ എങ്ങനെയായിരുന്നു? ജില്ലാ കമ്മീഷനിൽ ഒരു പ്രസിഡന്റ്, 2ൽ കുറയാത്ത അംഗങ്ങൾ. സംസ്ഥാന കമ്മീഷനിൽ എങ്ങനെയാണ്? ഒരു പ്രസിഡന്റ്, 4ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി ഈ സംസ്ഥാന കമ്മീഷന്റെ എന്താണ്? അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, കാലാവധി, മറ്റു സേവന വേതന വ്യവസ്ഥകൾ എല്ലാം തീരുമാനിക്കുന്നത് ആരായിരിക്കും? എല്ലാം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. ആരായിരിക്കും? സംസ്ഥാന സർക്കാരായിരിക്കും. ഇനി ഈ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും എന്തുണ്ട്? ഒരു അധികാര പരിധിയുണ്ട്. സ്വാഭാവികമായിട്ടും തർക്കപരിഹാര കമ്മീഷനുകളെല്ലാം, സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനുകളെല്ലാം അതത് സംസ്ഥാനങ്ങളിൽ എന്താണ്? ഒതുങ്ങി നിൽക്കുകയാണ് സാധാരണയായിട്ട് എന്തെന്ന് പറയുന്നത്? പതിവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവയുടെ അധികാര പരിധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവരുടെ അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലുള്ള ഏതൊരു സാധനമോ സേവനമോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കേസുകളും പരിഗണിക്കുവാൻ ആർക്ക് കഴിയും? ഈ പറയുന്ന സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്
സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ്. ഇനി ഇവിടെയും നമ്മൾ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനിൽ ചെന്നു, അവിടെ നിന്ന് ഒരു ഉത്തരവ് കിട്ടി, വാദിക്കോ പ്രതിക്കോ ആർക്കെങ്കിലും എന്തുണ്ടാകും? ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതുക. ഇവിടെയും നമുക്ക് എന്ത് നൽകുവാനായിട്ട് കഴിയും? ഇവിടെയും നമുക്ക് അപ്പീൽ നൽകുവാനായിട്ട് കഴിയും. ഈ അപ്പീൽ നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ്? ഈ അപ്പീൽ നമ്മൾ കൊടുക്കുന്നത് അതായത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ജില്ലാ കമ്മീഷന്റെ ആണെങ്കിൽ എത്രയാണ്? 45 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി. എവിടേക്ക്? സംസ്ഥാന കമ്മീഷനിലേക്ക്. സംസ്ഥാന കമ്മീഷനിലാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് എന്താണ് ഉത്തരവിന്മേൽ നമുക്ക് എതിരഭിപ്രായം ഉണ്ട് എങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. കൊടുക്കേണ്ടത് എവിടെയാണ്? അത് കേന്ദ്ര ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ നൽകിയിരിക്കണം. ആ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കൊടുത്തിരിക്കണം, അപ്പീല് നൽകിയിരിക്കണം. അപ്പൊ എന്താണ്? അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 53 ഈ 2019 നിയമത്തിൽ, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 53 ഇതിനെ കുറിച്ച് പറയുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇതിലും അംഗങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. എന്താണ്? ഒരു പ്രസിഡന്റ്, 4-ൽ കുറയാത്ത അംഗങ്ങൾ. ഇനി എന്താണ് ഇവരുടെ കാലാവധി? ദേശീയ കമ്മീഷനിലെ പ്രസിഡന്റ്, അതിലെ അംഗങ്ങൾ, അവരുടെ യോഗ്യത, നിയമനം, കാലാവധി, ശമ്പളം, അലവൻസ്, മറ്റ് എന്താണ് സേവന വേതന എല്ലാ വ്യവസ്ഥകളും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? അത് എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആരായിരിക്കും? സംസ്ഥാന സർക്കാരായിരിക്കും. കേന്ദ്രത്തിലാണെങ്കിൽ ആരായിരിക്കും? അത് കേന്ദ്ര സർക്കാരായിരിക്കും. അധികാരപരിധി എന്നുള്ളത് 2 കോടിക്ക് മുകളിൽ വരുന്ന എല്ലാ കേസുകളും, സാധനമോ സേവനവുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപക്ക് മുകളിൽ വരുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? അത് ദേശീയ കമ്മീഷൻ ആയിരിക്കും. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? 2 കോടിക്ക് മുകളിൽ വരുന്ന എല്ലാ കേസുകളും എന്ത് ചെയ്യുക? പരിഗണിക്കുക. അപ്പോ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഇതൊരു 3 ടയർ സിസ്റ്റം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ടയർ സിസ്റ്റത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ജില്ലാ കമ്മീഷനാണ്. എന്താണ്? അതിനു മുകളിലാണ് സംസ്ഥാന കമ്മീഷൻ, ഏറ്റവും മുകളിൽ കേന്ദ്ര കമ്മീഷനാണ്. അപ്പോ കേന്ദ്ര കമ്മീഷൻ നമുക്കൊരു ഉത്തരവ് തരികയാണ്. അതിൽ വാദിക്കോ പ്രതിക്കോ ആർക്കെങ്കിലും എന്തുണ്ടാകുമെന്ന് കരുതുക, ഒരു എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് കരുതുക. നമുക്ക് അപ്പീൽ പോകുവാനായിട്ട് സാധിക്കുമോ? പോകുവാനായിട്ട് കഴിയും. എത്രയാണ്? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ പോകണം. എവിടെയാണ് നമ്മൾ പോകുന്നത്? സുപ്രീം കോടതിയിലാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. എവിടെയാണ് അപ്പീലിന് പോകുന്നത്? സുപ്രീം കോടതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പീലിന് പോകുന്നത്. അപ്പോ ദേശീയ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന് മുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകുവാനായിട്ട് കഴിയും. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. എവിടെയാണ് നമ്മൾ അപ്പീൽ പോകുന്നത്? അത് നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ എന്താണ്? പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലാണ്. അപ്പോ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്താണ്? ഒരു കൺസ്യൂമർക്ക് എന്താണ്? അവന്റെ ഏറ്റവും ലാസ്റ്റ് റിസോഴ്സ് ആയിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സുപ്രീം കോടതിയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി നമ്മൾ മീഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അധ്യായം 5 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മീഡിയേഷൻ അല്ലെങ്കിൽ എന്താണ്? ഉപഭോക്തൃ മധ്യസ്ഥത സെൽ എന്ന് പറയുന്നത്. സെക്ഷൻ 74 ഇതിനെ കുറിച്ച് പറയുന്നത്. അധ്യായം 5 സെക്ഷൻ 74 ഈ മീഡിയേഷനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ കോടതി വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ദീർഘമേറിയ പ്രക്രിയകളാണ്. അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷമായ ഒരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുവാനായിട്ടാണ് ആദ്യം ശ്രമിക്കുന്നത്. അതായത്
അത് പുറത്ത് കോടതിക്ക് വെളിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ മീഡിയേഷൻ നടക്കുന്നത് എങ്കിലും കോടതിയുടെ അറിവോടെയാണ് എന്ത് നടക്കുന്നത്, ഈ മീഡിയേഷൻ നടക്കുന്നത്. അതായത് എല്ലാ ജില്ലാ കോടതികളുമായി ബന്ധപ്പെട്ടും എല്ലാ ജില്ലാ കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ടും സംസ്ഥാന കമ്മീഷനുമായി ബന്ധപ്പെട്ടും കേന്ദ്ര കമ്മീഷനുമായി ബന്ധപ്പെട്ടും എന്തുണ്ടാകും, ഒരു മീഡിയേഷൻ പാനൽ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പാനൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഇവരാണ് ഒരു പരാതി വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, നേരിട്ട് കോടതിയിലേക്ക് പോകാതെ ആദ്യം ഈ മീഡിയേഷൻ സെൽ എന്ത് ചെയ്യും, അത് ഒരു രമ്യതയിൽ പരിഹരിക്കുവാനായിട്ട് ഇരു കൂട്ടർക്കും എന്താണ് യോജിപ്പോടെ പോകാൻ പറ്റുന്ന ഒരു പരിഹാരത്തിന് വേണ്ടി കോടതിയുടെ അറിവോടുകൂടി എന്ത് ചെയ്യുന്നതായിരിക്കും, ശ്രമിക്കുന്നതായിരിക്കും. ഈ മധ്യസ്ഥ പാനലിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്, 5 വർഷമാണ്. എന്നാൽ ഈ കാലാവധി കഴിഞ്ഞാലും എന്താണ്, ഈ അംഗങ്ങൾക്ക്, ഈ മധ്യസ്ഥ പാനലിലുള്ള അംഗങ്ങൾക്ക് എന്തുണ്ട്, വീണ്ടും നിയമനത്തിനുള്ള അർഹതയുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഉപഭോക്താവിനോ അല്ലെങ്കിൽ പ്രതിയാകുന്ന വ്യക്തിക്കോ എന്തുണ്ട്, അപ്പീൽ നൽകുവാനുള്ള ഒരു മാർഗമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. എന്നാൽ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ പിന്നെ എന്താണ്, അതിനു മുകളിൽ ആർക്കും തന്നെ എന്തുണ്ടാകില്ല, അപ്പീൽ അവകാശം ഉണ്ടാകുന്നതായിരിക്കില്ല. അപ്പോ നമ്മളൊരു പരാതി വന്നു, അത് മീഡിയേഷൻ സെൽ എന്ത് ചെയ്യുന്നു, നമ്മളെയും നമുക്ക് പ്രൊഡക്റ്റ് വിറ്റവനെയും ഇരുത്തി എന്ത് ചെയ്യുന്നു, പരിഹരിക്കുന്നു. ഇപ്പൊ ഒരു 50,000 രൂപ നഷ്ടപരിഹാരത്തിൽ എന്താണ്, രണ്ടു കൂട്ടരും സമ്മതിച്ച് അത് ഒപ്പിട്ട് പിരിയുകയാണ്. അപ്പൊ എനിക്ക് തോന്നുകയാണ്, പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ്, പോരാ, എനിക്ക് 50,000 കിട്ടിയാൽ പോരാ, ഈ ഒരു ലക്ഷം രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയാലേ എന്ത് പറ്റുകയുള്ളൂ, എനിക്ക് വന്ന നഷ്ടം നികത്തുവാൻ പറ്റൂ എന്ന് ഞാൻ പിന്നീട് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിന് നമുക്ക് പിന്നീട് അതൊരു അപ്പീലിന് പോകുവാനോ ഒന്നിനും നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല. അതാണ് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെട്ട പ്രശ്നത്തിന് മേൽ എന്തുണ്ടാവുകയില്ല, അപ്പീൽ അവകാശം ഉണ്ടാവുകയില്ല. അടുത്തത് ഉൽപ്പന്ന ബാധ്യത. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അധ്യായം 6-ലാണ്. അതായത് ഒരു ഉൽപ്പന്നം വിൽക്കുന്നവന്, അത് എന്താണ്, ഉണ്ടാക്കുന്നവന്, വിൽക്കുന്നവന്, അതിന്റെ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നവന് വരെ എന്തുണ്ട്, ആ ഉൽപ്പന്നത്തിനോട് ബാധ്യതയുണ്ട്. ഒരു പരാതിക്കാരൻ ഒരു വികലമായ ഉൽപ്പന്നത്തിന്റെ പേരിൽ എന്താണ്, അദ്ദേഹത്തിന് ഉണ്ടായ ഏതെങ്കിലും നഷ്ടത്തിന് ഉൽപ്പന്ന നിർമ്മാതാവിനോ അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനക്കാരനോ അല്ലെങ്കിൽ ആ സേവന ദാതാവിനോ എതിരായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഉൽപ്പന്ന ബാധ്യത നടപടി എടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് വിൽക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പരസ്യ ചിത്രങ്ങളിൽ നിങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ബാധ്യതയും നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത്. അതാണ് അധ്യായം 6-ൽ പറയുന്നത്. ഇനി നിയമത്തിന്റെ അധ്യായം 7 കുറ്റങ്ങളെയും പിഴകളെയും കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ കുറ്റത്തിന് എന്തൊക്കെ പിഴകളാണ് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ അധ്യായം 7 പറയുന്നത്. അതായത് കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് കരുതുക. കേന്ദ്ര അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം ഒരാൾ പാലിച്ചില്ല എങ്കിൽ എന്താണ്, അയാൾക്ക് 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും നൽകുവാനായിട്ട് സാധിക്കും. കേന്ദ്ര അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കേന്ദ്ര അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു എന്തിന്റെ പേരാണ് കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേന്ദ്ര അതോറിറ്റി എന്ന് പറയുന്നത്. ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം ഒരാൾ പാലിച്ചില്ലെങ്കിൽ അയാൾക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ 6 മാസം തടവ് കിട്ടും, ഇല്ലെങ്കിൽ 20 ലക്ഷം വരെ എന്ത് കിട്ടും, 20 ലക്ഷം വരെയുള്ള പിഴ കിട്ടും, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുവാനുമുള്ള ഒരു എന്താണ് ശിക്ഷയാണ് ഒരു വ്യക്തി ഈ പറയുന്ന കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാ. ഇനി തെറ്റായതോ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പരസ്യം നൽകിയാൽ അതിനുള്ള ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള എന്താണ് പിഴ എന്താണ് എന്നുള്ളത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു.
2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് അതിന് നൽകുന്നത്. എന്താണ്? 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി ഈ കുറ്റം വീണ്ടും ആവർത്തിച്ചാലോ? ഈ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ, അതായത് വീണ്ടും തെറ്റായിട്ടുള്ള പരസ്യം കൊടുത്താലോ? ഒരു തവണ ശിക്ഷിക്കപ്പെട്ടു, വീണ്ടും അത് തന്നെ വീണ്ടും ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴയും നൽകേണ്ടി വരും. അടുത്തത് മായം കലർന്ന ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ എന്താണ് ഇറക്കുമതി, ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിന് എന്താണ് ഹാനിയൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്താണ് 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും നൽകേണ്ടി വരും. ഇനി ഉപഭോക്താവിന് എന്താണ് ഗുരുതരമല്ലാത്ത ഹാനി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നൽകും? 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ പിഴയും നൽകേണ്ടി വരും. ഇനി ഉപഭോക്താവിന് എന്താണ് ഗുരുതരമായിട്ടുള്ള ഒരു ഹാനി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നൽകേണ്ടി വരും? 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ എന്താണ് പിഴയും നൽകേണ്ടി വരും. ഇനി ഉപഭോക്താവിന് മരണം സംഭവിച്ചാലോ? ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതും 10 ലക്ഷം രൂപയിൽ എന്താണ് കുറയാത്ത പിഴയും എന്ത് ലഭിക്കും? ആ പറയുന്ന വ്യക്തിക്ക് ലഭിക്കും. അതായത് ഒരു ഹോട്ടൽ ഭക്ഷണം നിങ്ങൾ കഴിച്ചു, നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ മരിച്ചു പോയാൽ എന്താണ് ഒരു കൺസ്യൂമർ കോർട്ടിൽ പരാതിയുമായി പോയി കഴിഞ്ഞാൽ എന്ത് ലഭിക്കും നമുക്ക്? അതായത് 7 വർഷത്തിൽ അത് ചെയ്ത വ്യക്തിക്ക് എന്താണ് 7 വർഷത്തിൽ കുറയാത്ത, വേണമെങ്കിൽ ജീവപര്യന്തം വരെ എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കും. 10 ലക്ഷം രൂപയിൽ കുറയാത്ത എന്താണ് പിഴയും ലഭിക്കും. നോക്കുക, വ്യാജ വസ്തുക്കളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി ഇവയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എങ്ങനെയാണ്? ഉപഭോക്താവിന് ഹാനി ഉണ്ടായില്ലെങ്കിൽ എന്താണ് 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ പിഴയുമാണ്. ഉപഭോക്താവിന് ഹാനി ഉണ്ടായാലോ? ഹാനി ഉണ്ടായാൽ 5 ലക്ഷം രൂപ പിഴയും 7 വർഷം വരെ തടവുമാണ്. ഇനി ഉപഭോക്താവ് മരിച്ചു പോയ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഇനി ന്യായമായ കാരണങ്ങളില്ലാതെ ഡയറക്ടർ ജനറലോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അനാവശ്യ തിരച്ചിലുകൾ നടത്തുകയോ രേഖകൾ പിടിച്ചെടുക്കുകയോ ചെയ്താൽ എന്താണ് അവരെ ശിക്ഷിക്കാനുമുള്ള വകുപ്പ് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അവർക്ക് എന്താണ് 1 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ എന്ത് ചെയ്യും? അവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളും പിഴകളും എന്ന് പറയുന്നത്. ഇനി ഒരു ഫീസ് നിരക്കുണ്ട്, അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഭാഗത്തെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് മറ്റൊരു വിഷയം എന്ത് ചെയ്യുന്നതായിരിക്കും? മറ്റൊരു LDCയുടെ സിലബസിലുള്ള വിഷയം എടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോ ഈ കേസുകൾക്കൊക്കെ കമ്മീഷനുകൾ കേസിന് പോകുന്നതിന് എന്തുണ്ട്? ചില ഫീസുകളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണെങ്കിൽ അതിന് എന്തില്ല? ഫീസ് ഇല്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ആണെങ്കിൽ 200 രൂപ, 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം വരെയാണെങ്കിൽ 200 രൂപ, 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം മുതൽ 20 വരെയാണെങ്കിൽ 400 രൂപ, 20 മുതൽ 50 വരെയാണെങ്കിൽ 1000 രൂപ, 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ 2000 രൂപ, 1 കോടി മുതൽ 2 കോടി വരെ 2500 രൂപ, 2 കോടി മുതൽ 4 കോടി വരെ 3000 രൂപ, 4 കോടി മുതൽ 6 കോടി വരെ എന്താണ് 4000 രൂപ, 6 കോടി മുതൽ 8 കോടി വരെ 5000 രൂപ, 8 കോടി മുതൽ 10 കോടി വരെ എന്താണ് 6000 രൂപ, 10 കോടിക്ക് മുകളിലാണെങ്കിൽ എന്താണ് 7500 രൂപ. ഇതാണ് ഇതിന്റെ ഒരു ഫീസ് നിരക്ക്. ചോദിക്കുവാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കുക, ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരുമിക്ക പരീക്ഷകളിലും എന്താണ് ഒരു ചോദ്യമെങ്കിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് ഇത് പഠിച്ച് തന്നെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഈ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനുകളുടെ അധികാരപരിധി 2021 നിയമപ്രകാരം മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഫീസുകളിലൊന്നും എന്തുണ്ടായിട്ടില്ല? ഈ ഫീസുകളിലൊന്നും യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുവാനുള്ളത്. ഇത് നന്നായിട്ട് പഠിക്കുക. മിക്കവാറും എന്താണ് ഒരു
70% മുകളിൽ എന്തുണ്ട്, സാധ്യതയുണ്ട് ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കുവാനായിട്ട്. കാരണം കഴിഞ്ഞ പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്കറിയാം, നിങ്ങൾ പലരും പരീക്ഷകൾ എഴുതുന്ന ആളുകളാണ്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു ചോദ്യമെങ്കിലും എന്ത് കണ്ടിട്ടുണ്ട്, പരീക്ഷയിൽ കണ്ടിട്ടുണ്ട് ഇല്ലേ? കഴിഞ്ഞ തവണയൊക്കെ പരീക്ഷ എഴുതിയ ആളുകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ട് ഇപ്പൊ PSC ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. എന്താണ്? നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുവാൻ കൂടിയാണ് ഈ നിയമം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതുപോലത്തെ PSC എഴുതാൻ മാത്രമായിട്ടല്ല നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്. എന്താണ്? ഈ നിയമത്തെ കുറിച്ച് അവബോധമുള്ള പൗരന്മാരായിട്ട് എന്താണ് നിങ്ങളെ മാറ്റുവാനാണ്, പ്രജകളായിട്ട് മാറ്റുവാനല്ല കേട്ടോ, പൗരന്മാരായിട്ട് മാറ്റുവാനാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമം നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് പറയുന്നത്. അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്താണ്? സിലബസിൽ ഉൾപ്പെടുത്തിയത് അതിനു വേണ്ടിയിട്ടാണ്. ഇത് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫീസ് നിങ്ങൾക്ക് നോട്ടിൽ ഉണ്ടാകും കേട്ടോ. നോട്ട് തരുമ്പോൾ അതിലുണ്ടാവും. നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പൊ എന്താണ്, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.